ഹലോ ഗൈസ്, ഇന്ന് അഡീനിയം പ്ലാന്റിലെ ഏറ്റവും സുന്ദരിയായ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ എടുത്തു പറയാനില്ല. ഇവളുടെ സൗന്ദര്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇവളെ കൊണ്ടുവരുവാനുള്ള ഏക കാരണം. രാവിലത്തെ ഇളം വെയിൽ അങ്ങോട്ട് അടിക്കുമ്പോഴത്തേക്ക് ഇവളുടെ സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഫോട്ടോ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അവളുടെ ആ സൗന്ദര്യം മുഴുവനായിട്ട് നമ്മുടെ ക്യാമറയിൽ പതിയുന്ന പോലെ നമുക്ക് തോന്നും. എല്ലാ പ്ലാന്റും നിങ്ങളുടെ അടുക്കൽ പരിചയപ്പെടുത്തുമ്പോൾ ഈ പ്ലാന്റിനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫ്ലവർ നിങ്ങളെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ അത് വളരെ നഷ്ടമായിപ്പോവും. വിരിഞ്ഞു കഴിഞ്ഞ ഒരു 6-7 ദിവസം വരെയും ഈ പൂക്കൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ നിലനിർത്താനായിട്ടുള്ള കഴിവ് ഈ പ്ലാന്റിനുണ്ട്. ചില അഡീനിയം പ്ലാന്റിലാണെങ്കിൽ അത് വിരിയും തോറും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയും തോറും ചെറിയ മങ്ങലുകൾ കളറുകൾക്ക് വരും. എന്നാൽ ഈ അഡീനിയം പ്ലാന്റിൽ ഈ പൂക്കൾ വിരിയുമ്പോഴുള്ള ആ നല്ല കളറിൽ തന്നെ അത് പൊഴിയുന്ന സമയം വരെയും അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. മറ്റുള്ള പ്ലാന്റുകളെ പോലെ തന്നെ ഈ പ്ലാന്റിന് ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വളങ്ങളൊന്നും പൂക്കാനോ കഴിക്കാനോ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ സാധാ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഈ അഡീനിയം പ്ലാന്റുകൾക്കും ചെയ്തു കൊടുക്കാറ്. ഇപ്പോൾ ഇഷ്ടം പോലെ കളറുകളിൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് അഡീനിയം വാങ്ങിക്കാനായിട്ട് പറ്റും. അത് ഒരിക്കലും കണ്ട കളറുകളല്ല നമ്മൾ ഓരോ നഴ്സറികളിൽ ചെല്ലുമ്പം കാണാനായിട്ട് കഴിയുന്നു. ഓരോന്ന് വെറൈറ്റി പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ പ്ലാന്റിന് തന്നെ വൈറ്റ് വരുന്നിടത്ത് ക്രീം കളർ വരുന്ന ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അഡീനിയം പ്ലാന്റിന് ഓരോ പ്ലാന്റിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേര് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പൊതുവെ അഡീനിയം എന്ന് മാത്രമേ ഇതിനെ വിളിക്കാറുള്ളൂ. ഇതുപോലത്തെ ഒരു ചെറിയ അഡീനിയം പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം വളരെ സുന്ദരമായിട്ട് ഇരിക്കും. നമ്മുടെ ഗാർഡനിൽ ഈ അഡീനിയം ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ ഒരു വേറെ ലെവൽ തന്നെയാണ്. ഇതുപോലത്തെ ഒരു ചെറിയ അഡീനിയം പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റം വളരെ സുന്ദരമായിട്ട് ഇരിക്കും. നമ്മുടെ ഗാർഡനിൽ ഈ അഡീനിയം ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ പൂക്കൾ ഒരു വേറെ ലെവൽ തന്നെയാണ്. പ്ലാന്റിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പൂക്കളുള്ള പ്ലാന്റിലാണെങ്കിൽ ആ ഫ്ലവറേൽ വെള്ളം അധികം വീഴാതെ നോക്കിയാൽ ഒരു ആഴ്ചയോളം ആ പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.